ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഫുഡ് അടിയോട് കൂടി തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇതാ ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് അജ്മാനാണ് കേട്ടോ. അജ്മാനിൽ കൊണ്ടുവന്ന് ഞങ്ങളെ ആക്കിയിട്ട് ഇച്ചായൻ തന്നെ അബുദാബിക്ക് പോകും. ചേട്ടായിയൊക്കെ ഇന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ അവരെ കൊണ്ടുവരാനായിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം അതിനു മുന്നേ ഞങ്ങളെ കൊണ്ടുവന്ന് അജ്മാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കും. അപ്പോൾ ഇനി നമുക്ക് പോവാം. ഹലോ ഗായ്സ്, ഇതിലെ എലിഫന്റ് വണ്ടി വിട്ടാ പോണേ. എലിഫന്റ് നാട്ടിലാ നമ്മളല്ല എലിഫന്റ് പിക്ക് ചെയ്യാൻ പോവാം. എയർപോർട്ടിൽ വരും. എയർപോർട്ട് വന്നിട്ടില്ല. അപ്പ കൊണ്ടുവരാൻ പോവും. കൊണ്ടുവരാൻ പോയിട്ടില്ല. എലിഫന്റ് വീട്ടിലും നമ്മളില്ല. അമ്മയും പൊന്നും വീടും കാക്കങ്ങളും വീട്ടില. അപ്പില്ല എലിഫന്റ് ഇതാ ഞങ്ങളിപ്പോൾ അജ്മാന് പോയിക്കൊണ്ടിരിക്കുന്നു. ചേട്ടായൊക്കെ അബുദാബി എയർപോർട്ടിലാണ് വരുന്നത്. അപ്പോൾ അവരെ കൊണ്ടുവരാൻ നിശ്ചയം തന്നെ പോകും. ഞങ്ങൾ വില്ലയിൽ അവരെ നോക്കിയിരിക്കും. അല്ലേ കാക്കാങ്കൾ? കാക്കാങ്കളുണ്ട് നമ്മുടെ കൂടെ. ഞങ്ങളിപ്പോൾ ചേട്ടായുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇച്ചാൻ അവരെ കൊണ്ടുവരാനായിട്ട് പോയി. ഇനി അവർ വരുന്നോടം വരെ വീടിൻ്റെ ഭരണം ഞങ്ങളാണ് കേട്ടോ. എല്ലാം നീറ്റാക്കി ഇന്നലെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അവർ എയർപോർട്ടിൽ നിന്ന് വരുമ്പോഴേക്കും ഞങ്ങൾ ഇതാ ഇവിടെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഉള്ളി ഇതാ അവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ കാക്കാങ്കിൾ. മക്കൾ ഇതാ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ചിക്കൻ കറിക്കുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഉള്ളിയൊക്കെ ഇതേ മസാല റെഡിയാക്കുന്നു. ഇവിടെ ഞങ്ങൾ സ്പൂൺ പഴംപൊരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കിക്കൊണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇതാ നമ്മളിവിടെ അത് റെഡിയാക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ രാത്രിയിൽ ചായയും സന്ധ്യ 7 മണിയല്ല 7:30 ആയില്ലേ, 7:30 കഴിഞ്ഞു. അപ്പോൾ ഇതാ ഞങ്ങൾ ചായ കുടിക്കുന്നു, ഉണ്ടാക്കിയ സ്നാക്സും കൂടി കഴിക്കുന്നു. അവർ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവിടെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ അങ്ങനെ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ കാക്കാങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഇതുവരെ അവരെത്തിയിട്ടില്ല. ഇപ്പോൾ സമയം 9:10 ആയിട്ടുണ്ട്. ഇപ്പോൾ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അവർ വന്നു എന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, എവിടെ? ഇതാ വരുന്നു, ദാണ്ടേ വരുന്നു നമ്മുടെ വണ്ടി. ഹലോ ഗായ്സ്, നമ്മുടെ നാട്ടിൽ പോയ ടീം തിരിച്ചെത്തിയിരിക്കുന്നു. 2 ആഴ്ച എത്ര പെട്ടെന്നാ പോയേ. നോക്ക് കാക്ക, അതോ വന്ന് കാക്ക. കാലപ്പൊലി എടുക്കുക കാക്ക. ഹായ് ബ്രോ, തുറക്ക് ബ്രോ, ഇറങ്ങും ബ്രോ. ബ്രോയൊക്കെ ഉറങ്ങുമായിരുന്നോ ബ്രോ? പിള്ളേരെയും കൂടെ നിൽക്കി വരുന്നല്ലോ. സച്ചക്കൂടം വിളിച്ച് പറഞ്ഞു അപ്പടെ കയ്യിൽ ഏതാണ്ട് കൊടുത്തു വിട്ടിട്ടുണ്ട്, ചോദിച്ചു മേടിച്ചോണെന്ന്. ബ്രോ ഇറങ്ങും ബ്രോ. എത്ര നേരം എന്നറിയോ എൻ്റെ കൊച്ച്? ഇത്ര നേരമായിട്ട് എന്നാ വരാത്ത? അമ്മ പറഞ്ഞു സൂചി 9 വന്നല്ലോ, ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ പ്ലേ ഗ്രൗണ്ടിൽ പോയി കളിക്കുവായിരുന്നു.
ആനപ്പുറത്ത് കളിക്കുന്നു. ബാഗ് വാങ്ങി പോയി. എന്റെ മക്കളെ എന്റെ പിള്ളേരെ വിട്ടിരിക്കുകയാണ്. ഭയങ്കര അപ്പിടാ അപ്പിടാ. ദാ ഇവിടെ എടുക്കില്ല മാനെ. ലോഡ് വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോന്നോരോന്നായി. പോട്ടെ വണ്ടി പോട്ടെ, പോട്ടെ വണ്ടി പോട്ടെ. അതെ, നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പ്ലാവ് ദാ ഇവിടെ നടാൻ പോകുന്നു. ചിലപ്പോൾ ഞങ്ങൾ അടുത്ത വർഷം ഇതിൽ നിന്നും കാ പറിക്കും. അരി മേടിക്കുന്ന ചാക്കുകളുടെ എടുത്ത് വെച്ചോണേ. എന്തിന്? ചക്കക്കുരു സ്പൂട്ടുണ്ട്. എല്ലാവരും നോക്കി നിൽക്കുന്നു. അതിനെ തുണിയായിരുന്നോ? അതെ, അതിനെ വളഞ്ഞു നിക്കുന്നതാ. ഇനി ഇപ്പൊ ഞാൻ നനച്ചതാ. മണ്ണ് നനവുണ്ട് നോക്ക്. 6 മണിയായപ്പോ ഞാൻ നനച്ചതായിരുന്നു. 6 മണി കഴിഞ്ഞപ്പോ എല്ലാത്തിനും ഞാൻ മാറ്റും. ആ കോണറി വെച്ചാലും പക്ഷേ ഇവിടെ വെച്ചാലും മതിയായിരിക്കും. ആ മുകളിലോട്ട്, ആ കോണറിലോട്ട് കയറ്റി അങ്ങോട്ട്. പക്ഷേ ഇന്ന് നട്ടല്ലേ ഉള്ളൂ, 2 ദിവസത്തേനെ ഇങ്ങനെ. അതെ, അതൊക്കെ കളയാം ഇവിടെ. എന്നതാ എങ്ങനെ? ഒരു വണ്ടിയുടെ പുറകിൽ അടുത്ത വണ്ടിയാണോ? ആ, ഇത്രയും നേരം മറന്നുപോയി. 2 വർഷമായി ചക്ക കഴിച്ചിട്ട്. മമ്മി 10 മിനിറ്റ് കൊണ്ട് ചക്ക റെഡിയാവുമെന്ന് എന്നോട് പറഞ്ഞേ. ആ, അങ്ങനെയല്ല മമ്മി പറഞ്ഞത്. ആ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചക്ക ഞങ്ങൾ ദാ വേവിക്കാൻ പോകുന്നു. അരയ്ക്ക കൊണ്ടുവന്ന് ദാ കട്ട് ചെയ്ത് കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ചക്കയ്ക്ക് അരപ്പൊക്കെ ഇട്ട് തിരുമ്മി ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചക്ക നല്ല ഐസായിരുന്നേ. നമ്മൾ നാട്ടിൽ നിന്ന് ഫ്രീസറിൽ വെച്ച് ചക്ക കൊണ്ടുവന്നതായിരുന്നു, മറ്റേ കവറിലൊക്കെ ഇട്ട്. ഇപ്പോഴും നല്ല ഐസ്, നല്ല തണുപ്പ്. ഐസ് കട്ട പോണക്ക് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്, വിട്ട് വരുന്നതേ ഉള്ളൂ. ദാ ഈ കവറിലാണ് കേട്ടോ ഇട്ടുകൊണ്ട് വന്നത്. നല്ല യൂസ്ഫുള്ളാണ്. ഈ കവറിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഈ കവറിലിട്ട് പാക്ക് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോഴും ഐസ് കട്ട മാറിയിട്ടില്ല. ഏകദേശം 12-14 മണിക്കൂറായിട്ടുണ്ട് ഇതിനകത്ത് വെച്ച് കൊണ്ടുവന്നിട്ട്. സെറ്റാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പച്ചമുളക്, കറിവേപ്പില, പിന്നെ എന്താണ്, കുറച്ച് മാങ്ങാപ്പഴം, പിന്നെ ഇത് കോവയ്ക്ക ഒക്കെ ഉണ്ട്. വെരി ഗുഡ്. ഇതാ ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്ക ഞങ്ങൾ വേവിച്ചു. ചിക്കൻ കറിയും കുട്ടി ഇതാ കഴിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി കിടന്നേക്കാമെന്ന് വിചാരിച്ചു. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോകുന്നു. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.